പ്രേം നസീറിനെ കാണുവാനില്ല എന്ന് പറയുന്നതിന് ശേഷം മീനമാസത്തിലെ സൂര്യൻ, അതും നമ്മുടെ ലെനിൻ രാജേന്ദ്രൻ്റെ പടമാണ് അല്ലേ? അദ്ദേഹമായിട്ട് അടുത്ത സൗഹൃദം ക്ലോസ് ഫ്രണ്ട്സ്. പിന്നെ കുറച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം വന്നു. പിന്നെ എന്തായിരുന്നു? ശമ്പളത്തിൻ്റെ കാര്യത്തിൽ അന്നേ ശമ്പള കാര്യത്തിൽ വാശിയുള്ള ആളാണ്. വാശിയില്ല, പറഞ്ഞത് പാലിക്കണം. എത്ര രൂപ തരാണെന്ന് പറഞ്ഞാൽ തരണം അല്ലേ? അങ്ങനെ ഒരുപാട് പറ്റിക്കൽ പെട്ടിട്ടുണ്ടോ? പിന്നെ ഇപ്പോഴും ഈ ഇടയ്ക്ക് ഒരു 3 മാസം 4 മാസം മുമ്പേ അതേത് പടമാണ് അത്? ഞാൻ കുറച്ച് ദുഃഖിതനാണ് അതേപ്പറ്റി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അതങ്ങനെ നടക്കുന്നത്. പക്ഷേ ആ സംവിധായകൻ ആൾ ശരിയാവാത്ത ഒരു രീതിയിലാണ് കൊണ്ടുപോയത്. ഇപ്പോഴും ആ പടം അത് കാരണം ടോപ്പായി കിടക്കുക. പുള്ളിയുടെ പ്രയോറിറ്റീസ് എല്ലാം മാറി. സിനിമ അല്ലാതെ ബാക്കിയുള്ള പ്രയോറിറ്റീസായി. ഞാൻ പറയുമ്പോൾ മനസ്സിലാവുമല്ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ. സോ ഐ എം ക്വൈറ്റ് അൺഹാപ്പി വിത്ത് അത്. ഞാൻ എടുക്കണ്ടായിരുന്നു, വലിയ തെറ്റായി പോയെന്ന് ഇപ്പം ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒരു പടത്തിലും ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഈ പടത്തിൽ ഐ എം റിയലി റിഗ്രറ്റിംഗ്. ഏത് പടമാണ്? പടത്തിൻ്റെ പേര് വേദാപുരി. സംവിധായകൻ്റെ പേര് പറഞ്ഞ് ജനങ്ങൾ കണ്ടെത്തിക്കോട്ടെ. അത് വേദാപുരി എന്ന് പറഞ്ഞാൽ ഇപ്പം കണ്ടുപിടിക്കാൻ. അതെ അങ്ങനെ കണ്ടുപിടിച്ചിട്ട് അപ്പോൾ അത് അയാളെന്ന് അറിഞ്ഞാലും എനിക്ക് വലിയ ബിക്കോസ് അയാൾ അങ്ങനെ തന്നെ പെരുമാറിയിട്ടുള്ളൂ. ഹി വാസ് നോട്ട് റൈറ്റ്. അപ്പോൾ എന്തായാലും പറയുക സംവിധായകൻ്റെ പേര് പറയുന്നതിൽ തെറ്റുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്നാലും എന്നെ ഇത്രയും വേദനിപ്പിച്ച ഇതിൽ പുള്ളിയുടെ പേര് ജെറോഷ് എന്ന്. പുതിയ ആളാണോ അല്ലേ? പുള്ളിയുടെ ആദ്യത്തെ പടമാണെന്ന് തോന്നുന്നു. വേറെ എന്തോ ചെയ്തിട്ടൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ വേറെ ഒരു കരീമിൻ്റെ ഒരു പടം അർജുൻ ബോധി എന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പുള്ളിയായിരുന്നു അതിൽ അസിസ്റ്റൻറ്റോ അസോസിയേറ്റ് ഡയറക്ടർ. അങ്ങനെയാണ് ഞാൻ പുള്ളിയെ പരിചയപ്പെടുന്നത്. പുള്ളി വന്നിങ്ങനെ പടം കഥ പറയുന്നു, ഓക്കെ എന്ന് പറയുന്നു. അപ്പോൾ തുടക്കമെല്ലാം ഓക്കെ ആയിരുന്നു. ആഫ്റ്റർ 5-10 days പുള്ളിയുടെ കോൺസെൻട്രേഷൻ സിനിമയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറെ എങ്ങാണ്ട് പോയെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എങ്ങനെയാണ്. പക്ഷേ അതുകൊണ്ട് അത് പ്രശ്നമായി. ഇപ്പോൾ എൻ്റെ ഡേറ്റിൽ അത് ഞാൻ ഇങ്ങോട്ട് വന്നപ്പം പിന്നെ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞപ്പം വേണ്ടെന്ന് പറഞ്ഞിട്ട് അയാളുടെ ബ്രദറിനെയും വെച്ച് ഡ്യൂപ്പും വെച്ച് കുറേ ചെയ്തു എൻ്റെ ഭാഗങ്ങൾ. അതിൽ അറിഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ ഒരു എഴുത്തും കൊടുത്തിട്ടുണ്ട് അതിനുവേണ്ടി. സോ അങ്ങനെ അത് ഒരു അറ്റ് ദിസ് സ്റ്റേജ് ഓഫ് മൈ ലൈഫ് അത് ആവശ്യമില്ലായിരുന്നു എനിക്ക്. പക്ഷേ ജീവിതത്തിൽ ഏറ്റവും വലിയ റിഗ്രറ്റ് ചെയ്ത ഒരു സന്ദർഭമായിരിക്കണം. ഏറ്റവും വലിയ റിഗ്രറ്റ് ചെയ്ത് ഇതാണ്. മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ.